അയ്യോ അവര് ഫൈറ്റ് ചെയ്യൊന്നുമല്ല കേട്ടോ, ഇവര് വൈറൽ ഫാമിലിയാണ്. എല്ലാ ആളുകളും ഇപ്പൊ അച്ഛൻ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ, നിങ്ങളൊക്കെ? ആ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമ്മുടെ ബമ്പർ ചിരിയില്. ആ ബമ്പർ ചിരിന്റെ വീഡിയോ കണ്ട ഒരാൾ തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ അത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ കണ്ടപ്പോ അത് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ എവിടെയാണ് വീട് ഒന്നുകൂടെ എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ട്. പോത്തുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പാലക്കാട് നെന്മാറ പോത്തുണ്ടി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ച ആൾക്കാർ ഒരു 2.5 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലോട്ട് പോവാണ്. അപ്പൊ അങ്ങനെ പാലക്കാട് ജില്ലയിൽ വന്നാണ്. അപ്പൊ ചെറിയൊരു ജില്ലയിൽ നിന്ന് വലിയ ജില്ലയിലോട്ട് വന്നാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയിൽ നിന്ന് ഏറ്റവും വലിയ വന്ന് നമ്മൾ സംസ്ഥാനം വിൻ ചെയ്ത ആളാണ്. ഫസ്റ്റ് സംസ്ഥാനം വിൻ ചെയ്തു. അതിനുശേഷം ഇപ്പൊ വീണ്ടും സംസ്ഥാനത്ത് വന്നിരിക്കും. ചേച്ചി അനിയത്തി ഒരുമിച്ച് അതൊരു വലിയ ഭാഗ്യം. മക്കൾ ചെറിയ വിഷമത്തിൽ ഇരിക്കുക. പിന്നെ കുറെ പേരെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ, അക്കാഡമി ഉണ്ട്, അതൊക്കെ ഞാനൊരു 35-40 വർഷത്തോളമായിട്ട് തായ്ക്കൊണ്ടോ ഫീൽഡിലുള്ള ആളാണ്. ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങി. അപ്പം കുഞ്ഞിലെ 7ാം ക്ലാസ് ആയപ്പോൾ തുടങ്ങിയതാണ്. എൻ്റെ മകൾ ഇപ്പോൾ 9ാം ക്ലാസ് ആയപ്പോൾ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയ പോലെ തന്നെ ഞാൻ മാർഷൽ ആർട്സ് ചെറുപ്പത്തിൽ തുടങ്ങിയാണ്. ഇന്ന് അവളിപ്പോൾ തന്നെ ഒരു 19ഓളം കുട്ടികളുടെ ഗുരുവാണ്. അവൾ +2 ആയപ്പോൾ. അപ്പോൾ അതൊരു അവൾ അങ്ങനെ ഒരു കുട്ടികളെ നമ്മൾ ഇതിലോട്ട് എൻഗേജ് ചെയ്യുമ്പോൾ കുട്ടികളെ ഏകദേശം നമ്മുടെ ഒരു ഇതിലോട്ട് വരും. കുട്ടികളുടെ മറ്റുള്ള ചിന്തകളും ഇപ്പോഴത്തെ ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും രക്ഷകർത്ത എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കാൻ ഇത് കല നല്ലൊരു മരുന്നാണ്. പിന്നെ കുട്ടികളെ നമ്മൾ പഠിക്കാന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ കലയും കൂടെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ മാത്രമേ നല്ലൊരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് എടുത്തു പറയേണ്ട അവളുടെ ആദ്യ ഗുരു ശരണ്യ മോഹനാണ്, തെന്നിന്ത്യൻ ചലച്ചിത്ര താരം. ശരണ്യാണ് ശിഷ്യയാണ്. പഠിച്ചു. പിന്നെ പ്രമോദ് സാറിന്റെ ഒക്കെ വന്നു, ഇവിടെ ഡോക്ടർ പ്രമോദ് സാറിന്റെ ഒക്കെ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കലയായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മക്കളുടെ അച്ഛനമ്മ ആകാൻ സാധിച്ചത് വളരെ സന്തോഷം. ദൈവത്തോട് ഞങ്ങൾ എപ്പോഴും നന്ദി പറയുന്നത്. നല്ല മക്കളെ നമ്മുടെ കിട്ടി, തീർച്ചയായും നന്ദി പറയും.